മാജിക് നോവലിലേക്ക് ഏവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയത്തിൻ്റെ അമ്മ വീട് പാർട്ട് 15. പക്ഷേ അവർ 3 പേര് നിന്നെ ഒറ്റപ്പെടുത്തുകയല്ലേ? അത് ഞാൻ കാരണമാണോ എന്ന് എനിക്കൊരു സംശയം. പോയെന്ന് വെച്ച് ഞാൻ തിരിച്ചു വരില്ലെന്നുമില്ല കേട്ടോ. നിങ്ങൾ 4 പേരും കൂടി സന്തോഷമായി വന്ന് വിളിച്ചാൽ ഞാൻ വരാം. നിങ്ങൾ സന്തോഷമായിരിക്കണത് കാണുമ്പോഴേ എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയൂ. അതെന്താ മോള് മനസ്സിലാക്കാത്തത്? എനിക്കത് മനസ്സിലാവണുണ്ടമ്മേ. പക്ഷേ അമ്മയ്ക്ക് ഇവിടുന്ന് പോകണമെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് വന്ന് അമ്മയെ തിരികെ വിളിക്കണമെങ്കിലും അമ്മയുടെ മകൻ തന്നെ വിചാരിക്കണം അമ്മേ. അക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴും നിസ്സഹായയാണ്. അത് മനസ്സിലാക്കി അമ്മ എഴുന്നേറ്റ് എൻ്റെ ഒപ്പം വരണം. ശ്രുതി ആ കൈ പിടിച്ചു. ടീച്ചർ അനുസരിച്ചു. കടുവുമാങ്ങ കൂട്ടി അവർ ഒരല്പം കഞ്ഞി കുടിച്ചു. അത് കഴിഞ്ഞ് ശ്രുതി അടുക്കളയിൽ ഏലമ്മയുടെ അരികിലെത്തി. ഏലമ്മയ്ക്ക് എൻ്റെ പ്രായത്തിലുള്ള മക്കളുണ്ടോ ഏലമ്മേ? അയ്യോ, ഡോക്ടറെക്കാളും പ്രായമുള്ള മക്കളുണ്ടല്ലോ എനിക്ക്. എന്താ ഡോക്ടറെ അങ്ങനെ ചോദിച്ചേ? എന്നെ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് കണ്ട് ആ കിളിക്കൂട് ആരാ തുറന്നെന്ന് ഏലമ്മയ്ക്ക് പറയാൻ പറ്റുമോ? ഞാൻ തുറന്നിട്ടില്ല, അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മറ്റാരാണ് തുറന്നതെന്ന് ഊഹിക്കാൻ പറ്റുമോ ഏലമ്മയ്ക്ക്? അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഊഹിച്ച് പറയണത് തെറ്റല്ലേ ഡോക്ടറെ? ഏലമ്മ പറയുന്നത് ശരിയാ. പക്ഷേ ഏലമ്മയുടെ ഊഹം എൻ്റെ കാതിലൊന്ന് പറഞ്ഞു തന്നാൽ മതി. എനിക്കൊരു സംശയമുള്ളത് കൊണ്ടാണ് ചോദിക്കണത്. എന്നതാ ഡോക്ടറുടെ സംശയം? എൻ്റെ അമ്മയാണോ ആ ചതി ചെയ്തതെന്നും? കാണാത്തത് ഞാൻ പറയത്തില്ല ഡോക്ടറെ. അതാരെയും പേടിച്ചിട്ടും മറ്റുമല്ല. എന്നോട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ ഞാനങ്ങ് പോവത്തേ ഉള്ളൂ. എന്നാലും മോളെ പോലെ കരുതി പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് പറയുക. തത്തയെ കൊല്ലാനുള്ള വിഷം വല്ലതും അറിയാവോന്നും അന്ന് രാവിലെ ഡോക്ടറുടെ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. എനിക്കറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. സുമംഗല ടീച്ചറുടെ തത്തയെ കൊല്ലാനും മറ്റും ആണോ എന്ന് സംശയം തോന്നിയതുകൊണ്ട് കൊല്ലുന്നേലും നല്ലത് ആ പാവത്തിന് തുറന്നു വിടുന്നതല്ലേന്ന് ഞാൻ ചോദിച്ചു. അതിനെൻ്റെ അടുത്ത് ഒരു മറുപടിയും പറഞ്ഞില്ല. പിന്നെ അതേപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല. ശ്രുതിയുടെ മിഴികളൊന്ന് വട്ടം ചുറ്റി. പിന്നെ അവൾ തിരിഞ്ഞു നടന്നു. ദേ ഡോക്ടറെ, ഏലമ്മ വിളിച്ചു. ഞാൻ പറഞ്ഞെന്ന് വെച്ച് അമ്മേനോട് ചെന്ന് ചോദിക്കല്ലേ. ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പേടിച്ചിട്ടല്ല. എനിക്ക് ഈ ഏഷണിയും കൊളുത്തി കൊടുക്കലും തമ്മി തല്ലിക്കലും ഒന്നും ഇഷ്ടവേ അല്ല. നിന്നിട്ടുള്ള ഒരു വീടുകളിലും ഞാൻ ആ പണി ചെയ്തിട്ടില്ല. ഇഷ്ടമില്ലാന്ന് തോന്നിയാ ശമ്പളം കണക്ക് പറഞ്ഞ് വാങ്ങി സ്ഥലം വിടത്തേ ഉള്ളൂ. ആ വർത്തമാനം കേട്ട് ഒന്ന് നിന്ന് ശ്രുതി മറുപടി ഒന്നും പറയാതെ വീണ്ടും നടന്നു. എന്നാലും അമ്മയോട് അവൾ ഒന്നും ചോദിച്ചില്ല. 4 മണിയോട് കൂടിയാണ് പ്രശാന്ത് എത്തിയത്. വിവരമറിഞ്ഞിട്ട് സൈറ്റിൽ നിന്ന് പോരാൻ ഒരു നിർവാഹവുമില്ലായിരുന്നത് കൊണ്ടാണ് അമ്മയെ വൈകിയത്. ടീച്ചറുടെ അടുത്ത് അയാൾ ക്ഷമാപണം ചെയ്തു. അമ്മയ്ക്ക് ഞാനില്ലേ, ലേക്കുട്ടി യദുക്കുട്ടനും ഇല്ലേ? കൂടിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഒരു കുഞ്ഞാത്മാവ് എന്നേക്കുമായ സ്വതന്ത്രമായോന്ന് ആയല്ലോന്ന് സമാധാനിക്ക്. ടീച്ചർ നിറമിഴികളോടെ ദയനീയമായി മകനെ നോക്കി. കുട്ടിക്കാലത്ത് അമ്മ ഒരുപാട് കവിത ചൊല്ലുമായിരുന്നില്ലേ? വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ, ഞാനൊട്ട് വാനിൽ പറന്ന് നടക്കട്ടെ എന്ന്. ഞാൻ പഠിച്ചതല്ല, അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മ പഠിച്ചതാവും. ആരുടെ കവിതയായിരുന്നമ്മേ അത്? പ്രശാന്ത് തിരക്കി. പൊടുന്നനെ ടീച്ചറുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അടർന്നു. അല്ലാതെ അവർ ഒന്നും ശബ്ദിച്ചില്ല. രാത്രിയിലാണ് സ്വന്തം തീരുമാനം മകനെ അറിയിച്ചത്. പ്രശാന്തിന് വല്ലാത്ത നടുക്കമായി. ചിറ്റിലശ്ശേരിയിൽ നമുക്കിനി ആരുണ്ടമ്മേ? നമ്മുടേതായ ഒരു ഇഞ്ച് ഭൂമിയുണ്ടോ അവിടെ? നല്ല നിലയിൽ ജീവിക്കുന്ന 3 മക്കളുടെ അമ്മ. പ്രത്യേകിച്ചും ചിറ്റിലശ്ശേരിക്കാർ വല്ലാതെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സുമംഗല ടീച്ചർ. അവിടെ ചെന്ന് ഏതെങ്കിലും വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കാന്ന് വെച്ചാൽ എന്ത് സങ്കടകരമായ അവസ്ഥയമ്മേ അത്. ഞങ്ങൾ 3 മക്കൾ പിന്നെ എന്തിനാ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണത്? അയാളുടെ തൊണ്ടയിടറി. മോനെ, ടീച്ചർ പുഞ്ചരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ എന്നെ നോക്കാത്തത് കൊണ്ടല്ല ഞാൻ പോണത്. നിങ്ങളുടെ അച്ഛയോടൊപ്പം ജീവിതത്തിൻ്റെ 3/4 പങ്കും ഞാൻ ചെലവഴിച്ച ഗ്രാമം ഒന്നുകൂടി കാണണമെന്നൊരാശ. അത്രയേ ഉള്ളൂ. നിർബന്ധം അച്ഛ, 1 മാസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്നോളാം. അങ്ങനെയെങ്കിൽ അവിടെ ഒരു വാടക വീടെടുത്ത് തരാൻ ഞാൻ ഒരു സെർവൻറ്റിനെ ഏർപ്പാടാക്കാം. കൃത്യം 1 മാസം തികയുമ്പോൾ ഞാൻ വരും വിളിച്ചോണ്ട് പോരാൻ. ഇല്ലെങ്കിൽ 1 മാസം ഞാനും കൂടി അവിടെ വന്ന് താമസിക്കാം അമ്മയോടൊപ്പം. എന്തേ? അതിന് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഇതിന് അനുവദിക്കൂ. അപ്പോഴേക്കും ചിലപ്പോൾ ഈ വീട് ഇവർ ആർക്കെങ്കിലും വിറ്റ് പണം വാങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെയും നമ്മളൊരു വാടക വീട് എടുക്കേണ്ടി വന്നിരിക്കും. ടീച്ചറുടെ മുഖത്ത് കയ്പുള്ള കഷായം ഇറക്കുന്നത് പോലെ ഒരു ഭാവം പ്രകടമായി. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കണതുണ്ണി? ലേക്കുട്ടിയെ യദുക്കുട്ടനെയും പിരിഞ്ഞ് നിനക്ക് ചിറ്റിലശ്ശേരിക്ക് പോരാൻ കഴിയുമോ? അതുങ്ങൾക്കത് സങ്കടമാവും, പ്രത്യേകിച്ച് യദുവിന്. അവിടെ നീ വാടകയ്ക്കൊന്നും വീടെടുക്കണ്ട. വേണുമേനോടൊപ്പം ഞാൻ പാർത്തോളാം. എനിക്ക് പിറക്കാത്ത കൂടപ്പിറപ്പ അദ്ദേഹം. ആ വീട്ടിലെല്ലാവരും എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാ.
ഇവിടെ എന്തെങ്കിലും അസൗകര്യമായിട്ടാണ് അങ്ങോട്ട് ചെന്നതൊന്നും പറയില്ല ഞാൻ. തൃക്കത്തേവരെ ഒരു തിങ്കൾ കുളിച്ചു തൊഴാൻ കൊതിയായിട്ടാണെന്ന് പറയാലോ. സത്യത്തിൽ അങ്ങനെ ഒരു കൊതി ഉണ്ടേനും. അതൊന്നുമല്ല, ഞാനും ശ്രുതിയും തമ്മിലുള്ള വഴക്കിൽ പ്രതിഷേധിച്ച അമ്മ പോണത് എനിക്കറിയാം. ഇല്ല ഉണ്ണി, കേഴുന്ന ഭാവത്തിൽ ടീച്ചർ മകൻ്റെ കൈക്ക് പിടിച്ചു. നീയും ശ്രുതിയും പിണങ്ങി കഴിയുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. എന്നാലും ആ കാരണത്തിൽ ഞാൻ ഇവിടുന്ന് പോവുമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിന്നെ ഒന്ന് നിയന്ത്രിക്കാനായി പറഞ്ഞതാ മോനെ. അല്ലെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് അമ്മയ്ക്ക് പോവാനാവുമോ? നിന്നെ കാണാഞ്ഞായാൽ നിന്റെ നെഞ്ചു പിടയ്ക്കില്ലേ? നിക്ക് ശ്വാസം മുട്ടില്ലേ? എന്നാലും ദയോപ്പോനോടും നന്മയോപ്പോനോടും എനിക്കൊന്ന് ചോദിക്കണം. ആരോട് ചോദിച്ചിട്ടാ നീ അമ്മയെ ചിറ്റലശ്ശേരിക്ക് അയച്ചതെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? ചിറ്റലശ്ശേരിക്ക് പോണ കാര്യത്തിൽ അവരെതിരൊന്നും പറയില്ലുണ്ണി. വേണുമേനോനെ അവർക്ക് അറിയാലോ, ആ കുടുംബത്തെ. എന്നാലും എനിക്ക് അവരോട് ചോദിച്ചേ പറ്റൂ. പ്രശാന്ത് തൻ്റെ നിശ്ചയത്തിൽ ഉറച്ചു നിന്നു. പിറ്റേന്ന് രാവിലെ അയാൾ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാണ് ടീച്ചർക്ക് ദയയുടെ കോൾ വന്നത്. പ്രശാന്ത് വാങ്ങിക്കൊടുത്ത മൊബൈലിലേക്കായിരുന്നു വിളി. കുറച്ചു മുൻപേ ഞാൻ വിളിച്ചേനെ. നന്മയോടൊന്ന് സംസാരിക്കാൻ താമസിച്ചതാ. ഞാൻ അങ്ങോട്ട് വന്ന അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവുക. അതാണ് എൻ്റെ തീരുമാനം. അമ്മ ഇനി ഒരു തടസ്സവും പറയണ്ട. അമ്മയ്ക്ക് ഇവിടെ ഏകാന്തത ഉണ്ടാവാതിരിക്കാൻ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനുണ്ടാവും മുഴുവൻ സമയം അമ്മയോടൊപ്പം. ആയിക്കോട്ടെ, എന്നാലും എനിക്ക് ഒന്നുകൂടി ചിറ്റലശ്ശേരി പോകണം. എൻ്റെ ഒരാശയാ. പോരാനുള്ള ബന്ധപ്പാടിൽ എനിക്ക് പ്രിയപ്പെട്ട ആരോടൊക്കെ ഞാൻ യാത്ര പറഞ്ഞില്ല എന്നൊരു തോന്നൽ. അമേരിക്കയ്ക്ക് പോന്നാൽ പിന്നെ തിരിച്ചു വരവുണ്ടാവില്ലല്ലോ എനിക്ക്. അതുകൊണ്ട് എൻ്റെ ഈ ആശയ്ക്ക് മോൾ എതിര് പറയരുത്. ഒരു മാസത്തേക്ക് മതി. ശരി. 4-5 നിമിഷങ്ങൾക്ക് ശേഷം ആണ് ദയ പറഞ്ഞത്. രാത്രിയിൽ നന്മയും വിളിച്ചു. ദയ പറഞ്ഞതൊക്കെ തന്നെയാണ് അവളും ആവർത്തിച്ചത്. ഒടുവിൽ ഫോൺ പ്രശാന്തിന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അമ്മയുടെ ആശയല്ലേ ഉണ്ണി? 1 മാസത്തേക്ക് അമ്മ അവിടെ പോയി താമസിക്കട്ടെ. മേനോൻ നമ്മുടെ അച്ഛയെ പോലെ ആയിരുന്നില്ലേ? അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേരില്ലേ ആ ദേശത്ത്. 1 മാസമെന്ന് പറയുമ്പോൾ ദിവസേന നിനക്ക് വിളിക്കാം. ആഴ്ച തോറും ചെന്ന് കാണാം. മറുപടിയായി ഒന്നു മൂളിയതേയുള്ളൂ പ്രശാന്ത്. അതിനിടയിൽ അയാളെ കാണാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുഹൃത്തായ CI കൃഷ്ണചന്ദ്രൻ എത്തി. പ്രശാന്ത് അറിയാതെ ശ്രുതി ഡോക്ടർ സുജിത്തിനെതിരെ നൽകിയിരുന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള വരവായിരുന്നു അത്. മോശമായ തരത്തിൽ ശ്രുതിക്കൊപ്പം ഒരു ചിത്രമെടുത്ത് നെറ്റിൽ കൊടുത്തതിനും താൻ അറിയാതെ തൻ്റെ മകളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടു പോയതിനുമാണ് കേസെടുത്തിരുന്നത്. സുജിത്തുമായി ശ്രുതി തെറ്റിയതിന് പ്രശാന്തിന് ലഭിച്ചൊരു തെളിവായിരുന്നു അത്. എൻ്റെ ഭാര്യയുടെ തന്നെ സൂക്ഷ്മത കുറവും എടുത്തുചാട്ടവും കൊണ്ട് സംഭവിച്ചതാണ് കൃഷ്ണ ഈ 2 കുഴപ്പവും. അതുകൊണ്ട് ഈ കേസ് പിൻവലിച്ച് മറ്റുള്ളവരുടെ ശത്രുതയും ആവശ്യമില്ലാത്ത ചീത്തപ്പേരുകൾ ഒഴിവാക്കാനാണ് താങ്കൾ ഉപദേശിക്കേണ്ടത്. CI അപ്പോൾ തന്നെ പ്രശാന്തിൻ്റെ അഭിപ്രായം ശ്രുതിയെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണെങ്കിൽ എനിക്കത് പൂർണ്ണ സമ്മതമെന്നായിരുന്നു അവളുടെ മറുപടി. ഒരു നിമിഷത്തേക്ക് നേരിയ അത്ഭുതവും കോരിത്തരിപ്പുമുണ്ടായി പ്രശാന്തിന്. പക്ഷേ അടുത്ത നിമിഷം അയാളുടെ ചിന്ത തിരിഞ്ഞു. തന്നെ മെരുക്കാനും തളയ്ക്കാനുമുള്ള പുതിയ പ്രയോഗമായിക്കൂടെ ഇത്? ചിറ്റലശ്ശേരിയിൽ നിന്ന് സാരമതി എന്ന പെൺകുട്ടി തൻ്റെ അമ്മയ്ക്ക് അയച്ച കത്തുകളിൽ ഒന്നുപോലും ആ സാധുവിന് വായിക്കാൻ കിട്ടിയില്ല. കുറ്റം ഏറ്റുപറഞ്ഞവൾ ശിക്ഷയും ഏറ്റുവാങ്ങി. അതുകൊണ്ട് ചെയ്തതില്ലാതാവുമോ? ഇപ്പോഴിതാ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ തത്തയുടെ ജീവനും പൊലിഞ്ഞിരിക്കുന്നു. സ്വന്തം പ്രാണനൊമ്പരം കടിച്ചമർത്തി പിടിച്ചിരിക്കുകയാണ് അമ്മ. കൂടിൻ്റെ വാതിൽ തുറന്നിട്ടതാണോ അതോ ആ അല്പപ്രാണനെ കൂട്ടിൽ നിന്നെടുത്ത് പുറത്തേക്ക് പറത്തി എറിഞ്ഞതാണോ എന്നേ സംശയമുള്ളൂ. അത് അമ്മയ്ക്ക് പറ്റിയ കയ്യബദ്ധമല്ല, ആരോ മനഃപൂർവ്വം ചെയ്തതാണ്. ഒന്നുകിൽ ശ്രുതി, അല്ലെങ്കിൽ അവളുടെ അമ്മ. രണ്ടായാലും അത് തൻ്റെ ഭാര്യയുടെ പക്ഷത്തു നിന്ന് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം ചെയ്യലിന് മുതിരാതിരുന്നത് മനഃപൂർവ്വമാണ്. ശ്രുതി കുറ്റമേറ്റാൽ താനൊരു കൊലപാതകയായി മാറേണ്ടി വരും. വേണ്ട, അമ്മ ചിറ്റലശ്ശേരിക്ക് പൊയ്ക്കോട്ടെ, അവിടെ നിന്ന് ദയോപ്പിൻ്റെ സ്റ്റേറ്റ്സിലേക്കും. എന്നാലും താനും ശ്രുതിയും ഒരിക്കലും ഒരു പുനരൈക്യമില്ല. പ്രശാന്ത് അത് മനസ്സിൽ അരക്കെട്ടുറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പുറപ്പെടും മുമ്പ് പതിവ് പോലെ യാത്ര പറയാനായി അമ്മയുടെ മുറിയിലേക്ക് വാതിക്കലെത്തിയ അയാൾ കിടക്കയിലിരുന്ന് ടീച്ചർ തൻ്റെ ബാഗിൽ മടക്കിയ തുണികൾ അടുക്കി വെക്കുകയാണ്. എന്താ അമ്മ ഇത്? പ്രശാന്തിൻ്റെ മിഴികൾ വിടർന്നു. മകനെ നോക്കി ടീച്ചർ ദയനീയമായി മന്ദഹസിച്ചു. ഉണ്ണി പോകും വഴി എന്നെ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കി വിട്ടാൽ മതി. പാലക്കാടിനുള്ള ബസ്സൊക്കെ എനിക്കറിയാം. സന്ധ്യ മയങ്ങും മുമ്പേ ചിറ്റലശ്ശേരിയിലെത്താം. കുട്ടികൾ അറിയണ്ട, പ്രത്യേകിച്ച് യദുക്കുട്ടൻ. അവൻ കരഞ്ഞാൽ എനിക്കൊരിക്കലും പോവാനാവില്ലുണ്ണി. അമ്മേ, ഒരു വിങ്ങലോടെ പ്രശാന്ത് മുട്ടുകുത്തിയ അരികിലിരുന്നു. ഉണ്ണി, സംഭ്രമത്തിൽ ടീച്ചർ മകൻ്റെ കവളിൽ തൊട്ടു. എന്തേ മോൻ വല്ലാതായത്?
ചിറ്റിലശ്ശേരിക്ക് പോണ കാര്യം അമ്മ നേരത്തെ പറഞ്ഞു തരുന്നതാണല്ലോ. ഉണ്ണി സമ്മതിക്കുകയും ചെയ്താണ്. എന്നിട്ടെന്തേ പെട്ടെന്ന് ഇപ്പോൾ ഇത്ര പാരവശ്യം? ചിറ്റിലശ്ശേരിയിലേക്ക് വിടാന്ന് സമ്മതിച്ചിരുന്നെങ്കിലും പോണ ദിവസമൊന്നും നമ്മൾ തീരുമാനിച്ചിരുന്നില്ലല്ലോ. എന്നിട്ട് പെട്ടെന്നിപ്പോൾ അമ്മ തുണികൾ ബാഗിലാക്കി ഇന്നെന്നെ പോവാനൊരുങ്ങിയാൽ ഞാൻ തളരില്ലേ? അതുമല്ല, ജോലിക്ക് പോകും വഴിക്ക് അമ്മയെ തനിയെ ബസ്സിൽ കയറ്റി വിടാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ സഹിക്കുക? അമ്മയുടെ ഉണ്ണി അത്തരത്തിലൊരു മകനാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഉണ്ണിയുടെ ജോലി തിരക്ക് അമ്മ കാണണതല്ലേ. നേരം പുലരുമ്പോൾ പോയാൽ വാടിത്തളർന്ന് എപ്പോഴാ തിരിച്ചെത്തണത്? എത്രമാത്രം നീ അധ്വാനിക്കുണ്ടെന്ന് ഈ മുഖം കണ്ടാലറിയാം. എനിക്ക് അച്ഛ തിരുവനന്തപുരം അത്ര അപരിചിതമൊന്നും അല്ലേനും. ഇവിടുത്തെ സംഗീത കോളേജിലല്ലേ ഞാൻ പഠിച്ചത്. അന്നൊക്കെ അച്ഛയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാനായി വരാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ തനിച്ചാണേ ബസ്സിനും ട്രെയിനിനുമൊക്കെ പോയിരുന്നത്. ഏട്ട എറണാകുളത്തോ തൃശ്ശൂരോ ഒക്കെ വന്ന് കാത്തു നിൽക്കും. എന്നിട്ട് എവിടെയാ നിൽക്കണതെന്ന് ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് വിളിച്ചു പറയും. ആ പ്രായമല്ല ഇപ്പോൾ അമ്മയ്ക്ക്. അവസ്ഥയും ഒത്തിരി മാറി, കാലവും മാറിയില്ലേ. വല തല്ലച്ചുറ്റലോ ദിക്കറിയായ്മയോ വന്നാലോ ഓർമ്മ പെശകും അസാരം ഉണ്ടല്ലോ. കാഴ്ച കുറവുണ്ട്, കണ്ണട വെക്കുകയുമില്ല. ഒക്കെ ശരിയാ ചാലും ഉണ്ണി ഭയക്കും പോലെ എല്ലാ ആളുകളും ദുഷ്ടന്മാരല്ല. വയസ്സായ ഒരമ്മയെ തനിച്ച് കണ്ടാൽ സഹായിക്കാൻ തയ്യാറാവണ എത്രയോ ചെറുപ്പക്കാരുണ്ടാവും. അത് അമ്മയുടെ ചെറുപ്പകാലത്ത്. ഇപ്പോൾ ഇരുകാലി മൃഗങ്ങളാ എങ്ങും. ദേഹത്തൊരല്പം പൊന്നുണ്ടെങ്കിൽ അറുത്തെടുക്കും. തടയാൻ നോക്കിയാൽ കൊല്ലാൻ പോലും മടിക്കില്ല. അപ്പോൾ ഇന്നെന്നെ അയക്കില്ലെന്നാണോ ഉണ്ണി പറയണത്? ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒരു ദിവസം ലീവ് എടുത്ത് ഞാൻ തന്നെ അമ്മയെ കൊണ്ടുപോയി ആക്കിയേക്കാം. വെറുതെ ഒരു ദിവസത്തെ ലീവ് പോവില്ലേ മോനെ? ലീവല്ലമ്മേ എനിക്ക് വലുത്, എൻ്റെ അമ്മയാ. മുൻപൊക്കെ ലീവ് കളയാൻ ഞാൻ മടിച്ചിട്ടുണ്ട്. അത് അമ്മ ചിറ്റിലശ്ശേരിയിൽ സുഖമായി കഴിയാകയാണല്ലോ എന്ന സമാധാനം കൊണ്ടാണ്. വഴി വിട്ട് ഒരു പൈസ പോലും ഞാൻ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ഇരട്ടിയായി ഞാൻ അധ്വാനിക്കേണ്ടി വരാറുണ്ട്. തിരുവനന്തപുരത്ത് സ്വന്തം ഒരു വീട് അന്നെൻ്റെ സ്വപ്നമായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തും ഇല്ല, ചിറ്റിലശ്ശേരിയിലും ഇല്ല വീട്. പക്ഷേ എൻ്റെ അമ്മയെ അഭിമാനമായി താമസിപ്പിക്കാൻ ഇനിയെങ്കിലും ഞാൻ എൻ്റേത് മാത്രമായൊരു വീടുണ്ടാക്കും. അതിനാ ഇപ്പോൾ ഞാൻ കഷ്ടപ്പെടുന്നത്. എന്ന് വെച്ച് തിരുവനന്തപുരത്ത് നിന്ന് അമ്മയെ തനിച്ച് ചിറ്റിലശ്ശേരിയിലേക്ക് ബസ് കയറ്റി വിടാൻ എന്നെ കിട്ടില്ല. എങ്കിൽ മോനെ വേണുമാമൻ്റെ മകൻ പ്രേമനെ വിളിച്ച് എത്രയും വേഗം ഇവിടേക്കൊന്ന് വരാൻ പറയൂ. നിന്നെപ്പോലെ തന്നെയാ എനിക്ക് പ്രേമനും. അച്ഛയുടെ ശ്രാദ്ധത്തിന് ബലിയിട്ടിരുന്നതും പ്രേമനാണല്ലോ. ഞാൻ പ്രേമൻ്റെ ഒപ്പം ചിറ്റിലശ്ശേരിയിലേക്ക് പൊയ്ക്കോളാം. എന്നെ തനിച്ചയക്കണതിൻ്റെ പ്രയാസവും വേണ്ട. ഉണ്ണിയുടെ ലീവും പോവില്ല. ഒരു നിമിഷത്തേക്ക് പ്രശാന്ത് മറുപടി പറഞ്ഞില്ല. ആ മുഖത്ത് ഒരു മടി ദൃശ്യമായി. പിന്നെ വിമ്മിട്ടത്തോടെ ചോദിച്ചു, എങ്ങനെയാ അമ്മേ ഞാൻ അമ്മയെ ഇത്ര ദൂരം പ്രേമൻ്റെ ഒപ്പം അയക്കുക? ഒന്നാമത് പഠിപ്പില്ല, വളാന്ന് വർത്താനം പറയെങ്കിലും ആളൊരു മണ്ടശാര. തിരുവനന്തപുരത്ത് വന്ന് പോയിരിക്കണത് തന്നെ 1-2 തവണയാ. എന്നാലും സ്നേഹവും ആത്മാർത്ഥതയും അവൻ്റെ അത്ര മറ്റാർക്കുമില്ലുണ്ണി. അവൻ്റെ അമ്മയേക്കാൾ ജീവനാ അവൻ എന്നെ. ഞാൻ വിളമ്പിക്കൊടുത്ത് ഉണ്ണുന്നതിലും വലിയൊരു സന്തോഷം വേറില്ലെന്നാ ആ കുട്ടി പറയുക. നീ ഇന്ന് എന്നെ പ്രേമനെ ഒന്ന് വിളിക്കുണ്ണിയെ. വിളിക്കാം. വിഷമിച്ചാണ് പ്രശാന്ത് സമ്മതിച്ചത്. പക്ഷേ അത്ഭുതം, പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ചിറ്റിലശ്ശേരിയിൽ നിന്ന് പ്രേമചന്ദ്രൻ തിരുവനന്തപുരത്തെ ശ്രുതിലയത്തിലെത്തി. ഈ ജന്മം ഇനിയൊന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ലോട്ടോ സുമംഗല ടീച്ചറെ. വന്ന വഴി ആ കാൽ തൊട്ട് കണ്ണിൽ വെച്ചിട്ട് അയാൾ പുറം കയ്യാൽ നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചു. എന്നാലും ടീച്ചറുടെ കാര്യം പറയാത്ത ഒരു ഇസം ഇല്ല ഞങ്ങളുടെ ജീവിതത്തിൽ. അച്ഛനും അമ്മയും അനിയത്തിക്കുട്ടിയും ഇടയ്ക്കിടെ നെടുവീർപ്പയക്കും. ടീച്ചറുടെ ഒരു കാര്യം അറിയാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ ഒരു കത്തും അയച്ചിരുന്നു എൻ്റെ കല്യാണം നിശ്ചയിച്ചത് അറിയിച്ചുകൊണ്ട്. അതിന് മറുപടി വന്നതുമില്ല. സാരമതി കുട്ടിയോടാ അഡ്രസ്സ് വാങ്ങിയത്. അത് തെറ്റിയിട്ടാവാം. അങ്ങനെ ഇരിക്കുമ്പോഴാ ഇന്നലെ പ്രശാന്ത് കുട്ടൻ്റെ വിളി വന്നത്. വീട്ടിൽ ആർക്കും അത് വിശ്വസിക്കാനാവില്ലേ? ടീച്ചർ ശങ്കയിൽ മകനെ ഒന്ന് നോക്കി. സാരമതി മാത്രമല്ല എഴുതിയിരുന്നത്, ഒന്നും എനിക്ക് കിട്ടിയില്ല. ഏതായാലും സാരമില്ല, ഇനിയിപ്പോൾ നേരി വന്ന് എല്ലാവരെയും കാണാമല്ലോ. പിന്നെ വാത്സല്യത്തിൽ പ്രേമൻ്റെ കൈ പിടിച്ചു. കല്യാണം നിശ്ചയിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്നാ മോനെ നിന്റെ കല്യാണം? അത് പ്രേമം വിഷമത്തോടെ ഒന്ന് തല ചൊറിഞ്ഞു. അത് കഴിഞ്ഞുല്ലോ സുമംഗല ടീച്ചറെ, മെനിഞ്ഞാന്നായിരുന്നു അത്. അപ്പോൾ കഴിഞ്ഞൂല്ലേ? ആ കണ്ണുകൾ തുളുമ്പി. നന്നായി, അതിൽ പങ്കെടുക്കാനായില്ലേലും അവിടെ വന്ന് പ്രേമൻ്റെ കുട്ടി ഒന്ന് കാണാൻ കഴിയുമല്ലോ എനിക്ക്. അത് മതി ടീച്ചർക്ക്. പ്രശാന്തിന് നേരിയൊരു അസൂയ തോന്നി. തന്നോടുള്ളതിനേക്കാൾ സ്നേഹമായാണ് അമ്മ പ്രേമചന്ദ്രനോട് പെരുമാറുന്നത്. തങ്ങളുടെ കുട്ടിക്കാലത്തും അങ്ങനെയായിരുന്നു. പഠിക്കാൻ തീരെ മോശമായിരുന്നു പ്രേമൻ, ഒരു മണ്ടനും.
അതിനു മാത്രം അലിവുമാണ് അമ്മയ്ക്ക് അവനോട്. പ്രേമം വരൂ, യാത്രാക്ഷീണം മാറാൻ ഒരു ചായയാവാം, അത് കഴിഞ്ഞു മതി കുളി, ഇല്ലേ? കുളി ആദ്യം ടീച്ചറെ, പ്രേമം തിരുത്തി. വണ്ടിയിലിരുന്ന് ആകെ മുഷിഞ്ഞു. കുളി കഴിഞ്ഞു മതി ചായ. ആയിക്കോട്ടെ. സ്വന്തം കിടക്കറയോട് ചേർന്ന് ഒഴിഞ്ഞു കിടന്നിരുന്ന മുറിയിലേക്കാണ് ടീച്ചർ പ്രേമനെ കൊണ്ടുപോയത്. ഒരു രാത്രിയിലെ താമസത്തിന് ഇത്ര നല്ല മുറിയൊന്നും വേണ്ടിയിരുന്നില്ല ടീച്ചറെ, പ്രേമൻ അറിയിച്ചു. വീട് ഞാൻ മൊത്തം കണ്ടു, നല്ല ഭംഗിയുണ്ട്. ഇത്രയും കുറച്ച് സ്ഥലത്ത് ഇത്രയധികം സൗകര്യവും വലിപ്പവുമുള്ള ഈ വീട് പണിതത് ടീച്ചറുടെ ഉണ്ണിയുടെ മിടുക്ക് തന്നെയാ. നല്ല ബുദ്ധിയുണ്ട് ഉണ്ണിക്ക്, നിക്കില്ലാത്തതും അതല്ലേ. കുളി കഴിഞ്ഞു വന്നതും പ്രേമന് ടീച്ചർ ചായ കൊടുത്തു. ഏതായാലും ഈ വീട്ടിലൊന്ന് വരാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല, ഒക്കെ പ്രശാന്തിൻ്റെ ഒരു കൃപ. എന്നാലും എന്തിനാണാവോ അർജന്റായി വിളിച്ചു വരുത്തിയത്? എന്തേലും കാര്യമില്ലാതെ വരില്ല. ടീച്ചർക്ക് വല്ല നിശ്ചയമുണ്ടോ ആവോ? എനിക്ക് കുറച്ച് ദിവസം ചിറ്റിലശ്ശേരിയിൽ വന്ന് പാർക്കണമെന്നൊരാശ. ജോലി തിരക്കുള്ളത് കൊണ്ട് ഉണ്ണിയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് നിരീച്ചു ഞാൻ. പ്രേമനെ വിളിച്ചു വരുത്തിയാൽ ആ കൂടെ പൊയ്ക്കളാമെന്നും പറഞ്ഞു. അപ്പോൾ ടീച്ചർ എൻ്റെ ഒപ്പം ചിറ്റിലശ്ശേരിക്ക് വരിക? സന്തോഷം കൊണ്ട് പ്രേമൻ്റെ മുഖം തുടിച്ചു. ഒത്തിരി സന്തോഷമായിട്ടോ. അമ്മ പോരണതിൽ പ്രശാന്തിന് അത്ര സന്തോഷം കാണില്ല, ഇല്ലേ? ആ മുഖത്ത് ഒരു ചെറിയ അസ്കിത. എനിക്കാച്ച അതിൽ പര ഒരു സന്തോഷം ഉണ്ടാവാനുമില്ല. നാളെ അങ്ങോട്ട് ചെന്നിട്ട് വേണം അടുത്ത പുലർച്ചെ തങ്കലിയിലേയും കൂട്ടി കുഴൽമന്ദത്തിന് പോവാൻ. 4-ാം നാൾ പെൺവീട്ടിൽ ചെല്ലണമെന്നൊരു ചടങ്ങുണ്ടല്ലോ. തങ്കലീലാന്നാ നിന്റെ കുട്ടിയുടെ പേര്? ടീച്ചർക്ക് ആകാംക്ഷയായി. ആ, പഴയ പേരാ. കാഴ്ചയ്ക്കും അത്ര പരിഷ്കാരമൊന്നുമില്ല. പക്ഷേ ഓടി നടന്ന് വീട്ടിലെ മുഴുവൻ പണികളും എടുക്കും. അമ്മയ്ക്കും നിർമ്മലയ്ക്കും ഒത്തിരി ഇഷ്ടമായി. ഈ ചെക്കൻ ഇത്ര നല്ലൊരു പെണ്ണിനെ കിട്ടിയല്ലോന്ന് അതിശയിക്കണവരുണ്ടേ നമ്മുടെ ചിറ്റിലശ്ശേരി ദേശത്ത്. അത് കേട്ട് ടീച്ചർ രസിച്ചു ചിരിച്ചു. ആ സമയത്താണ് ലയയും യദുവും സ്കൂൾ വിട്ട് വീട്ടിലെത്തിയത്. ഉണ്ണിയുടെ കുട്ടികളാ, ടീച്ചർ ചൂണ്ടിക്കാട്ടി. അച്ചമ്മയോടൊപ്പം അപരിചിതനായ ഒരാളെ കണ്ടതിനാൽ കുട്ടികൾ രണ്ടുപേരും നേരെ ഡൈനിങ് റൂമിലേക്കാണ് പോയത്. ഗിരിജയാണ് അവർക്ക് ടിഫിൻ വിളമ്പിയത്. ആരാ അമ്മാമ്മേ? ആ അങ്കിൾ. നിങ്ങളുടെ അച്ചാടെ ആ പട്ടിക്കാട്ടിന്ന് വന്നൊരു കഴുതയാ. നിങ്ങളുടെ അച്ചമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണത്രേ. കുട്ടികൾ രണ്ടുപേരും വല്ലാതെയായി. അവർ പരസ്പരം നോക്കി. പിന്നെ തിരിഞ്ഞ അമ്മമ്മയും. എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാൻ? രണ്ടുപേരും ഒരുമിച്ചാണ് ചോദിച്ചത്. ചിറ്റിലശ്ശേരി എന്ന പട്ടിക്കാട്ടിലേക്കേ. അവിടുന്നല്ലേ ആ സ്ത്രീ വന്നത്. എന്തിനാ അച്ചമ്മ ഇനി അങ്ങോട്ട് പോണത്? ലേയാണ് തിരക്കിയത്. അവിടെ അച്ചമ്മയ്ക്ക് ആരുമില്ലല്ലോ. അവിടുത്തെ വീടും വിറ്റുന്നല്ലേ പറഞ്ഞത്. വീട് വിറ്റച്ചാലും പേയിങ് ഗസ്റ്റായി താമസിക്കാലോ. തനിച്ച് താമസിച്ച് സുഖം അനുഭവിച്ചവർക്ക് അങ്ങനെ ആൾക്കൂട്ടത്തിൽ വന്ന് പാർക്കണത് ഇഷ്ടമല്ല. അന്തർജനമാണെങ്കിലും നോൺ വെജിറ്റേറിയനോടാ താല്പര്യം. ഒരു ദിവസം മീൻകാരികളെ വിളിച്ചോണ്ട് വന്നിരിക്കണേ ഇവിടെ. അവിടെ ആച്ച ആരും തടസ്സം പറയാനില്ലല്ലോ. നുണ. ഏത് തലയാട്ടി. നുണയാ ഈ അമ്മമ്മ പറയണത്. നുണയല്ല കുട്ടി, നീ നിന്റെ അച്ചമ്മയോട് തന്നെ ചോദിച്ചു നോക്കുന്നേ. പ്രായശ്യായിട്ടും അവർക്കിപ്പോഴും ഒരിടത്ത് അടങ്ങി ഒതുങ്ങി കഴിയാൻ പറ്റണുണ്ടോ? ആടിയ കാലും പാടിയ നാവും പ്രാണൻ പോകുമ്പോളം നിലയ്ക്കില്ലെന്നാ പഴമൊഴി. വയസ്സായിട്ട് എന്താ ഇപ്പോഴും അവരുടെ ഒരു സൗന്ദര്യം അധികമായാൽ കുറിച്ചിട്ടോണ്ടാ മതി. അത്തരക്കാര് ശരിയല്ലെന്ന്. ഈ സിനിമാ നടികളെയൊക്കെ ചീത്തയാവണത് എന്തോണ്ടാ? മതി. ലേ എഴുന്നേറ്റു. കേൾക്കണ്ട എനിക്ക് അമ്മമ്മയുടെ ഒരു കൂട്ടം വർത്താനം. അമ്മമ്മ ഏഷണി ഉണ്ടാക്കിയ അച്ചമ്മയെ പറഞ്ഞു വിടുന്നത് യദു പറഞ്ഞു. പക്ഷേ അമ്മമ്മ എന്തൊക്കെ ചെയ്താലും അച്ചമ്മയെ ഞാനിവിടുന്ന് വിടില്ല. എനിക്ക് എൻ്റെ അച്ചമ്മയെ വേണം അച്ഛാ. അമ്മമ്മ എവിടെയെങ്കിലും പോയിക്കോളൂ. അച്ചമ്മ ഇവിടുന്ന് പോയാൽ ഞാനും എവിടേക്കെങ്കിലും പോവും, നിശ്ചയം. അച്ഛയോടും അമ്മയോടും ഞാനത് പറയാൻ പോവുക. അവൻ ഓടി പുറത്തേക്ക് പോയി. സ്വന്തം അറയിലെ കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചിരുന്നു ടീച്ചർ. എന്നിട്ട് ചമ്രം പടഞ്ഞിരുന്നു. നാമം ജപിക്കാൻ ആരംഭിക്കുകയായിരുന്നു. ഏതോ ഓടി വന്ന് ആ അരയിൽ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് മടിയിലേക്ക് മുഖം പൂഴ്ത്തി. അച്ചമ്മ എങ്ങോട്ടും പോവാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. അച്ചമ്മ പോയാൽ ഞാനും എവിടേക്കെങ്കിലും പോവും. അച്ചമ്മയെ കാണാതെ എനിക്ക് വയ്യ. ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു. മടിയിൽ നിന്ന് ആ മുഖം അവർ പിടിച്ചുയർത്തി. അച്ചമ്മ പോയാലും തിരിച്ചു വരും മോനെ. എത്രയും വേഗം അച്ചമ്മ തിരിച്ചു വരും. ഇല്ല, അച്ചമ്മ തിരിച്ചു വരില്ല. അവൻ ചിണുങ്ങി. തിരിച്ചു വരുമെങ്കിൽ പിന്നെന്തിനാ ഇപ്പൊ പോണത്? എത്രയോ വർഷങ്ങളായി അച്ചമ്മ ജീവിച്ച സ്ഥലമാ. അവിടെയുള്ള എല്ലാവരെയും ഒന്നുകൂടി കാണണമെന്ന് അച്ചമ്മയ്ക്കൊരാശ. വയസ്സായ ആളല്ലേ അച്ചമ്മ. എപ്പോഴാ മരിച്ചു പോകുന്നതിന് അറിയില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പരസ്പരം കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ ഒന്നുകൂടി കാണണമെന്നൊരാശ തോന്നിയത്. അച്ചമ്മ മരിക്കില്ല, എങ്ങോട്ടും പോവില്ല. എൻ്റെ ഈ കണ്ണനാമുണ്ണി സമ്മതിക്കാതെ അച്ചമ്മ എങ്ങോട്ടും പോണില്ല എന്ന് വേണോച്ചാ വെക്കാം. പക്ഷേ മരിക്കില്ല എന്ന് പറയാൻ
ഈ ഭൂമിയിൽ ആർക്കും ആവില്ലാലോ. അച്ചമ്മ മരിക്കുമ്പോഴെങ്കിലും അച്ചമ്മയെ പിരിയണ സങ്കടം ഈ എൻ്റെ കണ്ണനാമുണ്ണി അനുഭവിക്കേണ്ടി വരില്ലേ? അതിൽ ഭേദം അച്ചമ്മയെ ഇപ്പോൾ പോവാൻ അനുവദിക്കുന്നതല്ലേ? യദുവിന് ഉത്തരം മുട്ടി. അസഹ്യമായ സങ്കടത്തിൽ അവൻ ആ ചുമലിലേക്ക് ചാഞ്ഞ് ഏങ്ങലടിച്ചു. തൂവലുകളുടെ മാർദ്ദവമുള്ള ആ മുടിയിൽ ടീച്ചർ തഴുകി. അച്ചമ്മയുടെ കണ്ണനാമുണ്ണി കരയരുത്. നീ കരഞ്ഞാൽ അച്ചമ്മ എങ്ങടും പോവില്ല. ഇവിടെ കിടന്ന് അച്ചമ്മ മരിക്കും. അച്ചമ്മ മരിക്കണ്ട, നിക്കത് കാണണ്ട, അച്ചമ്മ പൊയ്ക്കോളൂ. അസഹ്യമായ സങ്കടത്തിൽ യദു കരഞ്ഞു. എന്തേ യദുക്കുട്ടാ നീ പറയണത്? അവർക്കരികിലേക്ക് ഓടിക്കൊണ്ട് ലയ ചോദിച്ചു. അച്ചമ്മ പൊയ്ക്കോളൂന്നോ? അതെ. യദു കണ്ണു തുടച്ചു. ആ ദേശത്ത് പോയി അച്ചമ്മയ്ക്ക് എല്ലാരെയും കാണണമെന്ന് പറയണു. ആ ആശ സാധിക്കാതെ അച്ചമ്മ മരിച്ചാലോ ചേച്ചി? മോനെ, നീ എന്തൊക്കെയാ ഈ പറയണത്? യദുവിന്റെ മുഖം കൈക്കുടനയിലെടുത്ത് ടീച്ചർ വിങ്ങിപ്പൊട്ടി. നിന്റെ മോന് അത്ര സങ്കടാച്ച അച്ചമ്മ പോണില്ലാട്ടോ. അച്ചമ്മ പോയിക്കോളൂന്നേ. കണ്ണീരിൽ യദു മന്ദഹസിച്ചു. പോയിട്ട് താമസിയാതെ തിരിച്ചു വന്നാ മതി. വരും. ടീച്ചർ ആ കുഞ്ഞി കൈകൾ കൂട്ടിപ്പിടിച്ചു. 7-ാം വയസ്സിൽ ഞാൻ കണ്ട എൻ്റെ ഉണ്ണി തന്നെയാ നീ. ആദ്യത്തെ പല്ല് പറിച്ചപ്പോഴുള്ള ആ മുഖം ഇങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്ക് വാക്ക് തന്ന അച്ചമ്മ ഒരു കാലത്തും അത് തെറ്റിക്കില്ല. പെട്ടെന്ന് ഏതോ അച്ചമ്മയുടെ കവിളിലേക്ക് ചുണ്ടമർത്തി ഉമ്മ. ഉടനിലേ ഒരു ഉമ്മ കൊടുത്തു. ഇവിടുത്തെ അമ്മമ്മ ഒട്ടും നന്നല്ല അച്ചമ്മേ. അമ്മയും നന്നല്ലായിരുന്നു. ഇപ്പോൾ ഇത്തിരി സ്നേഹമൊക്കെ കാട്ടി തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പറയും പോലെ അഭിനയമാണോ എന്ന് ആർക്കറിയാം. ഇവിടത്തേക്കാൾ നല്ല ആളുകളുള്ള സ്ഥലത്തേക്കാണ് അച്ചമ്മ പോണതെങ്കിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അവിടെ എന്തേലും ബുദ്ധിമുട്ടുണ്ടായ അച്ചമ്മ അന്നേരം ഇങ്ങോട്ട് തിരിച്ചു പോരണം. അച്ചമ്മ തിരിച്ചു വന്നാലേ ഞങ്ങൾക്കിനി സന്തോഷം ഉണ്ടാവും. 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് ടീച്ചർ ആ 2 മുഖങ്ങളിൽ ഉമ്മ കൊടുത്തു. നാളെ അച്ചമ്മ പോണത്? ലയ തിരക്കി. നാളെ വെളുപ്പിന് നേരത്തെ പോയാലേ ഇരുട്ട് മുമ്പ് അങ്ങടെത്തും. എങ്കിൽ ഞാൻ ഉണരും മുമ്പേ പൊയ്ക്കോളൂ, യദ പറഞ്ഞു. അച്ചമ്മ പോണത് കണ്ട നിക്ക് സങ്കടാവും. എന്നെ ഉണർത്താതെ എണീറ്റ് പൊയ്ക്കോളൂ. എല്ലാറ്റിനും നിറകണ്ണുകളുടെ തലയാട്ടിയതേ ഉള്ളൂ ടീച്ചർ. രാത്രി അത്താഴ സമയത്ത് ടീച്ചറിനോടും പ്രശാന്തിനോടും പ്രേമനോടും ഗിരിജയോടും ദാമോദരൻ നമ്പൂതിരിപ്പാടും ശ്രുതിയും ഉണ്ടായിരുന്നു ഡൈനിങ് റൂമിൽ. സുമംഗലേട്ടത്തി നാളെ പോവാണെന്ന് ഓർത്തിട്ട് നിക്ക് വിശപ്പേ ഇല്ല. ഗിരിജ കണ്ണു തുടച്ചു. പ്രേമനൊഴിച്ച് ആര് അത് കേട്ടതായി ഭാവിച്ചില്ല. ബസ്സിനോ ട്രെയിനോ പോകുന്നത്? നമ്പൂതിരിപ്പാട് തിരക്കി. ട്രെയിനല്ലേ സുഖം. പ്രേമൻ ചിരിച്ചു. എറണാകുളം വരെ ഞാൻ കാറിൽ കൊണ്ടുവിടാം പ്രേമ, പ്രശാന്ത് അറിയിച്ചു. രാത്രി 2-ന് ഇവിടുന്ന് പുറപ്പെട്ട പുലർച്ചെ എറണാകുളത്തെത്തി ഏതേലും വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പാലക്കാടൻ ബസ്സിന് കയറാം. അപ്പോൾ ഉണ്ണി ലീവ് എടുക്കേണ്ടി വരില്ലേ? ടീച്ചർ തിരക്കി. ഇല്ലമ്മേ, അമ്മയും പ്രേമനെ അയച്ചിട്ട് എനിക്കിവിടെ 10-10:30 എത്താം. എറണാകുളം വരെ അമ്മയോടൊപ്പം ഞാൻ കൂടി പോന്നാലോ? ശ്രുതി പ്രശാന്തിനെ നോക്കി. വേണ്ട. സ്റ്റീൽ കിണ്ണത്തിൽ കൈ കുടഞ്ഞ് പ്രശാന്ത് എണീറ്റു. ശ്രുതിയുടെ മിഴികൾ ടീച്ചറിൻ്റെ നേർക്ക് തിരിഞ്ഞു. ആ കണ്ണുകളിൽ നിസ്സഹായതയുടെ തുള്ളികൾ പൊടിഞ്ഞിരുന്നു. അവരും എഴുന്നേറ്റു. സ്വന്തം കിണ്ണത്തിനൊപ്പം മകൻ്റെതും എടുത്തു. അടുക്കളയിലെ സിങ്കിനരികിൽ എത്തിയപ്പോൾ ഏലമ്മ ചോദിച്ചു, ഇന്നും പ്ലേറ്റ് കഴുകണമെന്ന് നിർബന്ധമാണോ? ഞാൻ കഴിച്ച പാത്രങ്ങൾ ഞാൻ തന്നെ കഴുകണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഏലമ്മേ, ഇന്നൊരു ദിവസത്തേക്ക് ഞാനത് തെറ്റിക്കണോ? ഇതെൻ്റെ ഉണ്ണിയുടെ കിണ്ണമാ. ഇന്നും കൂടിയല്ലേ എനിക്കിത് കഴുകാനാവൂ. ഇനി എന്തൊക്കെയാണെന്ന് ഈശ്വരനല്ലേ അറിയൂ. പെട്ടെന്ന് ഏലമ്മ വിമ്മി വിമ്മി കരഞ്ഞു. എന്തിനെ ഏലമ്മ കരയണത്? ഞാനും ഒരു പെറ്റ തള്ളയല്ലോ ടീച്ചറെ. ഓരോന്ന് കാണുമ്പോൾ ഞാൻ ആ സ്ഥാനത്ത് എന്നെ തന്നെ കാണുന്നേ. വയസ്സായ പിന്നെ മനുഷ്യർ ജീവനോടെ ഇരിക്കരുതെന്ന് എത്ര കാലമായി എനിക്ക് തോന്നിയിട്ടുണ്ടെന്നറിയാമോ? വയസ്സായാലത്തെ ദണ്ഡം മനസ്സിലാക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു തലമുറ എന്നെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടാവുമോ ടീച്ചറെ? വയസ്സായവരുടെ ദണ്ഡം ചെറുപ്പക്കാർക്ക് എങ്ങനെ ഏലമ്മേ മനസ്സിലാവുക? വയസ്സായ ശേഷം വീണ്ടും ചെറുപ്പമാവാൻ ആർക്കേലും കഴിയോ? പുരാണത്തിലൊക്കെ യൗവനം വീണ്ടെടുത്ത കഥകൾ വായിച്ചിട്ടുണ്ട്. ഭൂമിയിൽ പക്ഷേ ഒരു 10-15 വയസ്സിന്റെ ചെറുപ്പം പുറമെ ഉണ്ടാക്കാൻ ചികിത്സയ്ക്ക് കഴിഞ്ഞേക്കാമെന്ന് തോന്നുന്നു. അല്ലാതെ ശരിക്കും ചെറുപ്പമാകാൻ ആർക്കും കഴിയില്ലല്ലോ. പുനർജനിക്കാനും കഴിയില്ല എന്നാ എൻ്റെ വിശ്വാസം. ടീച്ചർ ചിരിച്ചു. ആ കൺകോണിൽ അപ്പോഴും തുള്ളി പനിച്ചു കിടന്നിരുന്നു. കഴുകിയ പാത്രങ്ങൾ തുടച്ച് റാക്കിൽ വെച്ചിട്ട് അവർ ഏലമ്മയുടെ കൈ പിടിച്ചു. ഈ സ്നേഹത്തിനും സഹായങ്ങൾക്കും നന്ദിയുണ്ട് കേട്ടോ. യാത്ര പറയണില്ല, രാത്രിയോയോണ്ടല്ല. ടീച്ചർ ഇടനാഴിയിലെത്തുമ്പോൾ ശ്രുതി കാത്തു നിന്നിരുന്നു. അവർ അരികിലെത്തിയപ്പോൾ ആ ചുമലിലേക്ക് അവൾ മുഖം വെച്ചു. അമ്മേ. അതൊരു പൊട്ടിക്കരച്ചിലായി. അമ്മയുടെ മുറിയിലേക്ക് വന്നാൽ പ്രശാന്തിന് ഇഷ്ടക്കായിടാനായാലോ എന്ന് കരുതിയ ഇവിടെ കാത്തു നിന്നത്. കരയണ്ടമ്മു, എല്ലാം നല്ലതായി വരും, ധൈര്യമായി ഇരുന്നോളൂ. എന്നാലും ഞാൻ ഓർക്കുക, ശ്രുതി വിതുമ്പി. അമ്മ ഇവിടെ കയറി വന്ന ദിവസം
എനിക്ക് ഇതേ മനസ്സായിരുന്നെങ്കിൽ ഈ സംഭവിച്ചതൊന്നും സംഭവിക്കില്ലായിരുന്നു. സാരമില്ല മോളെ, എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണ്. എറണാകുളം വരെങ്കിലും എനിക്ക് കൂടെ വരണമെന്നുണ്ടായിരുന്നു. പോകാൻ നേരം വഴക്കും മുഖം കറുപ്പിക്കലും ഒന്നും ഉണ്ടാവണ്ട മോളെ. അമ്മയുടെ മനസ്സിൽ നീയുണ്ട്. എനിക്ക് ഭൂമിയിലിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. വീണ്ടും ശ്രുതിയുടെ നിയന്ത്രണം വിട്ടു. എൻ്റെ മക്കൾ പോലും അന്യരായി മാറിയിരിക്കുന്നു. അച്ചമ്മയെ പറഞ്ഞു വിടണത് അമ്മയും കൂടി ചേർന്നല്ലേ നിന്നെൻ്റെ ലയ എന്നോട് ചോദിച്ചിരിക്കണു. എനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മേ. എന്തിനീ പഠിപ്പ്, എന്തിനീ ജോലി, മനസമാധാനം ഇല്ലാതെ, ആരോരും തുണയില്ലാതെ, അമ്മയെ കാണാതെ വയ്യാന്ന് തോന്നിയാ ചിലപ്പോൾ ഞാൻ ആരോടും പറയാതെ ചിറ്റലശ്ശേരിക്ക് തേടി വന്നു എന്ന് വരും. മോളെ, ശ്രുതിയുടെ മുഖം കൈവെള്ളയിലെടുത്ത് ആ കവിളിൽ ചുണ്ടമർത്തി ടീച്ചർ, നിന്റെ ഈ മനസ്സ് മതി നിന്റെ ജീവിതത്തിൽ സ്വർഗം വിടരാൻ. മക്കൾക്കും അവരുടെ അച്ഛയ്ക്കുമെല്ലാം നിന്നെ മനസ്സിലാവണ ഒരു ദിവസം വരും. ആ പ്രാർത്ഥന മാത്രമേ അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ളൂ. അങ്ങനൊരു ദിവസം ഉണ്ടാവും. ഇനിയൊന്നും അമ്മയ്ക്ക് പറയാനില്ല. ആരോട് യാത്ര പറയണില്ല. അമ്മയുടെ നിയന്ത്രണം പോയി തുടങ്ങി. തിടുക്കത്ത് ടീച്ചർ തിരിഞ്ഞു നടന്നു. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് ശ്രുതിക്ക് തോന്നി. ഇനി ഒരിക്കലും അത് പറയാനാവില്ലെന്നും. അത് ഓർത്തപ്പോൾ നെഞ്ചു പൊട്ടിപ്പിടഞ്ഞു. സങ്കടം അമർത്താനായി അവൾ മുഖം പുത്തിപ്പിടിച്ചു. സ്വന്തം അറയിലെത്തിയപ്പോഴേക്കും ടീച്ചർ തളർന്നു കഴിഞ്ഞിരുന്നു. കണ്ണീരിൽ ആ മുഖം മുങ്ങിപ്പോയിരുന്നു. അകത്തുണ്ടായിരുന്ന പ്രശാന്തും കുട്ടികളും ശരിക്കും പരിഭ്രമിച്ചു. എന്താ അമ്മയെ പറ്റിയത്? അയാൾ തിരക്കി. പോകാൻ സമയത്തും സങ്കടപ്പെടുത്തുന്ന തരത്തിൽ ആരെങ്കിലും എന്തേലും അമ്മയോട് പറഞ്ഞോ? അതോ സമയമായപ്പോൾ അമ്മയ്ക്ക് പോകാൻ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയോ? എങ്കിൽ അതൊരു നല്ല കാര്യം. അമ്മയെ പറഞ്ഞു വെച്ചിട്ട് ഇവിടെ നിൽക്കാൻ എനിക്കും പ്രയാസമായിരിക്കണം. പഴയ പ്രശാന്ത് അല്ല ഞാനിപ്പോൾ. അച്ചമ്മയ്ക്ക് പോകാൻ സങ്കടമുണ്ടേ പോണ്ടെന്നേ. ഏതു ആ അരയിൽ വട്ടം കെട്ടിപ്പിടിച്ചു. അതല്ല മക്കളെ, ടീച്ചർ വിങ്ങിക്കരഞ്ഞു. ശ്രുതിയുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. പാവം, നിങ്ങൾ സങ്കല്പിക്കുന്ന തരത്തിലൊന്നുമല്ല കുട്ടി. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ അതിനോട് സ്നേഹമായി പെരുമാറണേ കുട്ടിയോളെ. ശുദ്ധ അഭിനയമാമേ അമ്മ കണ്ടത്. പ്രശാന്ത് ചിറി കൂട്ടി. കുറേ കാലം ഞാൻ അതിൽ മയങ്ങിപ്പോയതല്ലേ. 18 അടവുകൾ എന്നല്ലേ നമ്മൾ പണ്ട് കേട്ടിരിക്കണത്. ഇതങ്ങനെയല്ല, എണ്ണമറ്റ അടവുകളാ സ്റ്റോക്കുള്ളത്. ആ അമ്മയ്ക്ക് അതിൻ്റെ പാതി വയറ്റാനുള്ള കഴിവില്ല. ഇടയ്ക്കിടെ തനി നിറം പുറത്തിയാടും. അതുകൊണ്ടാ നമുക്കവരെ എളുപ്പം മനസ്സിലാവണത്. അമ്മയും മകളും ഇപ്പം കീരിയെയും പാമ്പിനെയും പോലെ പെരുമാറുന്നതും അമ്മയെ പറ്റിക്കാനാ. പോകാൻ സമയത്ത് അമ്മയെ കരയിപ്പിച്ച് ഇറക്കി വിടാൻ വേണ്ടിയാ ഇപ്പോഴത്തെ കലാശക്കൊട്ട്. അമ്മ വെറുതെ അത് വിശ്വസിക്കണ്ട. അമ്മയ്ക്ക് ഇവിടെ ഇപ്പോൾ ഞാനും ഈ കുട്ടികളും മാത്രമേ ഉള്ളൂ. അത് നമ്പിയാൽ മതി. അമ്മ ഇവിടുന്ന് ഇറങ്ങിയ ആ നിമിഷം ഞാൻ ആ തന്തയുടെ കയ്യിൽ നിന്ന് എൻ്റെ പണം പിടിച്ചു വാങ്ങും. ആരോടും വഴക്കിന് പോകണ്ടുണ്ണി. ഇല്ലമ്മേ, വഴക്കാളികൾക്കുള്ളതാ ഈ ലോകം. ഇവിടെ ഞാനൊന്നും ഒരു മര്യാദക്കാരൻ എന്തിനാ? 10 ദിവസത്തെ അവധിയാ എൻ്റെ അടുത്താ തന്ത സമ്മതിച്ചിരിക്കുന്നത്. ഇപ്പോൾ എത്ര 10 കഴിയുന്നറിയോ അമ്മയ്ക്ക്? വിടില്ലേ ഞാൻ ആ ആഷാഢഭൂതിയെ. മറുപടിയില്ലാതെ ടീച്ചർ ദയനീയമായി മകനെ നോക്കി. പ്രശാന്ത് ആ ചുമലിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ ഉണ്ണിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ വെട്ടുപോത്തിൻ്റെ അടുത്ത് വേദം കൊണ്ട് കാര്യമില്ലെന്ന് നമ്മൾ പുരാണങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അമ്മ നോക്കിക്കോളൂ, എല്ലാം നേരെയാവും. നമുക്ക് കിടക്കാം അച്ചമ്മേ. ഏതു ചിണുങ്ങി. നിനക്ക് പഠിക്കണ്ടേ മോനെ? പ്രശാന്ത് ചോദിച്ചു. ഇന്നെനിക്ക് ഒന്നിനും വയ്യച്ചേ. ഒന്നും എൻ്റെ തലയിൽ കയറില്ല. ഉറങ്ങാൻ അതിന് നേരമുണ്ടോ ഉണ്ണി? ടീച്ചർ മകനെ നോക്കി. 2 പുറപ്പെടണമെന്നല്ലേ പറഞ്ഞത്? 2 വരെ ഉറങ്ങാമല്ലോ. അമ്മ കുട്ടികളോടൊപ്പം ഉറങ്ങിക്കോളൂ. 2 അമ്മയെ മാത്രം ഞാൻ വിളിച്ചുണർത്തിക്കോളാം. പിന്നീട് കാറിൽ ചാരിയിരുന്നു അമ്മയ്ക്ക് ഉറങ്ങാലോ. ഉറങ്ങാൻ പറ്റില്ല മോനെ അമ്മയ്ക്ക് ഈ രാത്രി. ടീച്ചറുടെ തൊണ്ടയിടറി. പാതിരാവ് കഴിഞ്ഞുള്ള യാത്രയാവുമ്പോൾ കുളിക്കാതെ അമ്മയ്ക്ക് ഇറങ്ങാനാവില്ല. കുളിക്കാനായി 1/2 മണിക്കൂർ മുമ്പേ അമ്മയെ ഞാൻ വിളിച്ചോളാം. അല്പനേരമെങ്കിലും അമ്മ കുട്ടികളോടൊപ്പം ഉറങ്ങിക്കോളൂ. ഇല്ലേച്ചാ അതുങ്ങളും ഉറങ്ങില്ല. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല അച്ഛേ, ലയ പറഞ്ഞു. അച്ഛയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, പ്രശാന്ത് ശാസിച്ചു. പറഞ്ഞതനുസരിക്കുക. ആദ്യം ചെന്ന് കിടക്കയിൽ ചുരുണ്ടുകൂടിയത് യദുവാണ്. അതോടെ ടീച്ചറും ആ അരികിലേക്ക് ചാഞ്ഞു. യദുവിനെ ചേർത്ത് പിടിച്ചു. ടീച്ചറുടെ മറുപുറത്തായി ലയയും കിടന്നു. അച്ചമ്മ എന്നെയും കെട്ടിപ്പിടിക്കണം, അവൾ ക്ഷടിച്ചു. ടീച്ചർ 2 പേരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അച്ചമ്മയ്ക്ക് നല്ല തണുപ്പാ, ചന്ദനത്തിന്റെ വാസനയും. അച്ചമ്മ എന്നും ചന്ദന സോപ്പ് തേച്ചാ കുളിക്കണത്? സങ്കടത്തെ ടീച്ചർ ഒന്ന് ചിരിച്ചു. അച്ചമ്മയ്ക്ക് തണുപ്പും വാസനയും ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്, യദു വാദിച്ചു. ഉണ്ണി ഉറങ്ങണില്ലേ? ടീച്ചർ മകനോട് ആരാഞ്ഞു. ഇല്ല. രാത്രി ഡ്രൈവ് ചെയ്യേണ്ടതല്ലേ, തിരിച്ചു ഇത്രയും ദൂരം വണ്ടി ഓടിക്കണമല്ലോ.
അല്പസമയെങ്കിലും ഉറങ്ങണം മോനെ. ഞാൻ ഇരുന്നുറങ്ങിക്കോളാം. ഞാനത് ട്രെയിൻഡാന്ന് അമ്മയ്ക്ക് അറിയാലോ. അച്ചമ്മ കണ്ണനാമുണ്ണി പാടിയാൽ മതി, അച്ഛ ഉറങ്ങിക്കോളും. ഏത് നിർദ്ദേശിച്ചു. ടീച്ചർ പാടി. ആ സ്വരം പക്ഷെ വല്ലാതെ ഇടറി. പോകാൻ അച്ചമ്മയ്ക്ക് സങ്കടമുണ്ട്. ലേ പറഞ്ഞു. ഇല്ല മോളെ, വയസ്സായതുകൊണ്ട് അച്ചമ്മയുടെ തൊണ്ട വിറയ്ക്കണതാ. കരഞ്ഞുകൊണ്ട് തന്നെ അവർ ആ ഗാനം പൂർത്തിയാക്കി. അപ്പോഴേക്കും യദു ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ആ ദേശത്ത് ചെന്നാൽ അച്ചമ്മ ഞങ്ങളെ മറക്കുവോ? ലേ തിരക്കി. നിങ്ങളെ മറന്നാൽ പിന്നെ അച്ചമ്മയ്ക്ക് എന്താ ഓർക്കാനുള്ളത്? ടീച്ചർ വിങ്ങിപ്പൊട്ടി. അമ്മ വീട് എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങളിത് കാണുന്നത്.